വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ദഹനത്തിനും നമ്മുടെ ഗട്ട് ഹെൽത്തിനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി റാഗി വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഈ റാഗി വെജ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് അത് 3 സ്പൂൺ കണ്ടത്. 2 ടേബിൾ സ്പൂൺ എടുത്ത് റാഗി പൗഡർ എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കലക്കി ഇവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് ഗീ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഇതള് വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. അതിനോട് കൂടി തന്നെ ഒരു മുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു വലിയ സവാളയുടെ 4/1 ഭാഗം ചെറുതായിട്ട് അരിഞ്ഞത് അതും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്തതിന് ശേഷം ഒരു 2 ബീൻസ് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ബീൻസും കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗ്രീൻ പീസും കുറച്ച് സ്വീറ്റ് കോണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ക്യാരറ്റ് വലിയ സൈഡ് ഗ്രേറ്ററിൻ്റെ വലിയ സൈഡ് കൊണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് ഓഫ് ക്യാബേജും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇടുന്ന വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതിനെ ഒന്നും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുള്ളൂ. 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഒന്നും ഒരുപാട് കുക്കാകണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ തന്നെ ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗി അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റാഗി നമ്മുടെ ഈ വെജിറ്റബിളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വിടാതെ തന്നെ ഇതിനൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്ന് കട്ട കെട്ടിപ്പോകുവേ. അപ്പം ഞാനിതിനെ നന്നായിട്ട് തന്നെ ഇവിടെ ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സൂപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് ഇവിടെ നല്ല സെറ്റായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ ഏകദേശം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കൊറിയാണ്ടർ ലീഫ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് കൊറിയാണ്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കൊറിയാണ്ടർ ലീഫ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒന്ന് അതിനെയും കൂടെ ഇളക്കി നല്ല സോട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണ് നെയ്യും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, പക്ഷേ നേര് പറയുവാണെങ്കിൽ ഇത് നല്ലൊരു ടേസ്റ്റ് തരും. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ റാഗി സൂപ്പ് ഒരു നേരമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഗട്ട് ഹെൽത്തിനും അതുപോലെ തന്നെ നമുക്ക് നല്ല ഫുൾനെസ് ഫീൽ ചെയ്ത് വിശപ്പ് തോന്നാതിരിക്കാനും അതുപോലെ തന്നെ നല്ല ദഹനത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ഇത് കഴിക്കാം കേട്ടോ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഉപകാരപ്രദമായിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. താങ്ക്